അമ്പിയാക്കളുടെ ഖബറുകളെ ആദരിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കുക, സങ്കടങ്ങളെല്ലാം അവരോട് പറയുക, അവരിൽ നിന്നുള്ള ബർക്കത്തിനെ തേടുക, ഇതെല്ലാം തന്നെ വലിയ ശിർക്കാണ്. അതേപോലെ തന്നെ ഇനി അള്ളാഹുവിനുള്ള ഇബാദത്തുകളാകട്ടെ, അത് അമ്പിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ പോയി ചെയ്താൽ അത് കൂടുതൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുമെന്ന് കരുതിയിട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാനും തുടങ്ങുവാനും മക്കാമുകളെ, മക്ബറകളെ, ജാറങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആ അർത്ഥത്തിലാണെങ്കിൽ പോലും, ഇനി അവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും അതും ചെറിയ ശിർക്ക് തന്നെയാണ്. ഈ രണ്ട് കാരണത്താലും യഹൂദ ക്രൈസ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകൻ പഠിപ്പിച്ചില്ല, സ്വഹാബികൾ മനസ്സിലാക്കി തന്നില്ല. എന്നിരിക്കെ അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ച യഹൂദ ക്രൈസ്തവരുടെ ഈ പാരമ്പര്യം മുസ്ലിം ഉമ്മത്തിൽ നടപ്പിലാക്കാൻ ആരാണ് ഈ സമൂഹത്തിന് അനുവാദം കൊടുത്തത്? പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരുമെന്നും അറിയപ്പെടുന്ന, ഉസ്താക്കന്മാരെന്നും മുസ്ലിയാക്കന്മാരെന്നും എല്ലാം അറിയപ്പെടുന്ന ആളുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഹൂദ ക്രൈസ്തവരുടെ ഈ പാരമ്പര്യം മുസ്ലിം ഉമ്മത്തിൽ പ്രാവർത്തികമാക്കുന്നത്, അത് പ്രോത്സാഹിപ്പിക്കുന്നത്, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ഇസ്ലാമിലില്ല, ഖുർആനിലില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഉത്തമ തലമുറയിൽ ആർക്കും തന്നെ ഇങ്ങനെ ഒരു ജാറ സമ്പ്രദായം, മക്ബറ സമ്പ്രദായം, മക്കാം സമ്പ്രദായം ഇല്ല.